കൊല്ലം പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയെ ക്രൂരമായി ആക്രമിച്ചത് കൊടും ക്രിമിനലുകൾ. സംഭവത്തിൽ ഇരവിപുരം പോലീസ് കേസെടുത്തിരുന്നു. കുതിരയുടെ ഉടമ ഷാനവാസിന്റെ പരാതിയിലാണ് കേസെടുത്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ഉൾപ്പെട്ട 3 പേരെ തിരിച്ചറിഞ്ഞതായും ഇരവിപുരം പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് അക്രമികളിൽ 3 പേരെ പോലീസ് തിരിച്ചറിഞ്ഞത്. ക്രിമിനൽ കേസുകളിൽ അടക്കം ഉൾപ്പെട്ടവർ ചേർന്നാണ് കുതിരയെ ആക്രമിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു. പ്രതികളെല്ലാം ഒളിവിലാണ്. ആക്രമണത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. ഗർഭിണിയായ കുതിരയെ ഒരു സംഘം യുവാക്കൾ തെങ്ങിൽ കെട്ടിയിട്ട് വളഞ്ഞിട്ട് തല്ലുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നേരത്തെ പുറത്തു വന്നത്. കുതിരയുടെ ദേഹമാസകലം മുറിവേറ്റിരുന്നു. സംഭവത്തിൽ കുതിരയുടെ ഉടമ ഷാനവാസ് ഇരവിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു. അയത്തിൽ തെക്കേക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ കെട്ടിയിട്ടിരുന്ന കുതിരയെയാണ് കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് ഇരയാക്കിയത്. കുതിരയുടെ കാലുകളിലും കണ്ണിന് സമീപവും പരിക്കുണ്ട്. ദേഹമാകെ അടിയേറ്റ് നീരുണ്ട്. അമ്പലപ്പറമ്പിന് മുന്നിൽ കൊണ്ടുപോയി കുതിരയെ കെട്ടിയിടുമ്പോൾ അവിടെയുള്ളവർക്ക് വലിയ കാര്യമാണെന്ന് ഷാനവാസ് പറയുന്നു. ആ ധൈര്യത്തിലാണ് അവിടെ കെട്ടുന്നത്. കുതിരയ്ക്ക് അവർ പുല്ലൊക്കെ പറിച്ചിട്ട് കൊടുക്കാറുണ്ടെന്നും ഷാനവാസ് പറഞ്ഞു. കുതിരയെ അടിക്കുന്ന ദൃശ്യം ആര് കണ്ടാലും സഹിക്കില്ല. ഒരു മിണ്ടാപ്രാണിയോട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നുവെന്നാണ് ഷാനവാസിന്റെ ചോദ്യം. കുതിരയെ സാമൂഹ്യവിരുദ്ധർ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നു. സമീപത്തെ ക്ഷേത്രത്തിലെ CCTVയിലാണ് ദൃശ്യങ്ങൾ കിട്ടിയത്. ഉടമ ഷാനവാസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരവിപുരം പോലീസ് കേസെടുക്കുകയും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചും പ്രദേശവാസികളുടെ മൊഴിയെടുത്തും അന്വേഷണം ഊർജിതമാക്കി. വ്യാഴം വൈകുന്നേരമാണ് അയത്തിൽ തെക്കേക്കാവ് ക്ഷേത്ര മൈതാനത്ത് കെട്ടിയിട്ടിരുന്ന കൊല്ലം പള്ളിമുക്ക് സ്വദേശിയായ ഷാനവാസിന്റെ ദിയ എന്ന പെൺകുതിരയെ സ്കൂട്ടറിലും കാറിലുമായി എത്തിയ 6 അംഗ സംഘം മർദ്ദിച്ചത്. 5 മാസം മുൻപാണ് ഷാനവാസ് കുതിരയെ ഗുജറാത്തിൽ നിന്ന് വാങ്ങിയത്. തെക്കേക്കാവ് ഭഗവതി ക്ഷേത്ര പരിസരത്താണ് പകൽ കെട്ടുന്നത്. വൈകുന്നേരം കുതിരയെ അഴിക്കാൻ എത്തിയപ്പോൾ ശരീരത്തും മുഖത്തും മർദ്ദനമേറ്റ പാടുകളും മുറിവുകളും കണ്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ക്ഷേത്രത്തിലെ CCTVയിൽ നിന്ന് മർദ്ദന ദൃശ്യങ്ങൾ കിട്ടിയത്. കുതിരയെ തെങ്ങിനോട് ചേർത്ത് അനങ്ങാനാകാതെ കെട്ടിയിട്ടായിരുന്നു മർദ്ദനം. കുതിരയെ മറിച്ചിട്ട് വയറ്റിൽ തൊഴിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കരച്ചിൽ കേട്ട് സമീപവാസികൾ വന്നെങ്കിലും അക്രമി സംഘത്തെ ഭയന്ന് പിന്മാറുകയായിരുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.